നമുക്കിന്ന് അരിപ്പൊടി കൊണ്ട് നല്ല അടിപൊളി ഒരു റൊട്ടി ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഒരു ഉരുളക്കിഴങ്ങ് മസാല കറി ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ആദ്യം നമുക്ക് റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് വറുക്കാത്ത 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നൈസ് അരിപ്പൊടി, കണ്ടില്ലേ? നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ, ആ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ്. അത് നമുക്കിനി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. തേങ്ങ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ? ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ പൊടി കുഴയ്ക്കുമ്പോൾ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കും. ഇപ്പം നമ്മൾ തേങ്ങയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചത്. അതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം എടുത്തത്. 1.5 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം തന്നെ എടുക്കണം. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു കൊണ്ടുവന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇത് നമുക്കിനി കത്തിച്ചൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിൽ കുറേശ്ശെ മാവിട്ടിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം. ഓക്കെ, തീ കത്തിക്കണ്ട കേട്ടോ മൂടുമ്പോൾ. ഇത് നമുക്ക് ഈ മാവിനെ ഒന്ന് കുഴച്ചെടുക്കണം. അത് നന്നായിട്ട് ചൂടാറാൻ നിൽക്കരുത്. നമുക്ക് കയ്യിൽ തൊടാന്നുള്ള ചൂട് വരുമ്പോൾ കുഴച്ചെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഇതൊന്ന് ചൂടാറട്ടെ കുറച്ച്. ഇനി നമുക്ക് മെല്ലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് പത്തിരിക്ക് കുഴക്കണ പോലെ നമുക്ക് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മളെ മാവ് നന്നായിട്ട് കുഴച്ചിതാ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഈ ടേബിളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ഒരു ഇച്ചിരി വലിയ ഒരു ഉരുള എടുക്കാം. നമുക്കിതൊന്ന് പരത്താം. ഇത് പരത്തുമ്പോൾ ഇച്ചിരി കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നൈസിലൊന്നും പരത്തണ്ട. ഇതിപ്പോൾ പരത്തി കഴിഞ്ഞ് ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. അതിന് പാത്രത്തിൽ ഒട്ടാതിരിക്കാൻ മേലെ ലേശം പൊടി വിതറി കൊടുക്കുക. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഈ മുറിച്ചെടുക്കുന്ന പൊടി നമുക്ക് ഇതാ കണ്ടില്ലേ, ഈ മാവ് വീണ്ടും നമുക്ക് കുഴച്ച് പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം. ഇത് കണ്ടില്ലേ, ഈ കനം വേണം കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിൽ ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ വെക്കാം. ഇത് പാത്രത്തിൽ പൊടി ഇട്ട് കൊടുക്കണോ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അങ്ങനെ നമുക്ക് എല്ലാതും ഇതേപോലെ പരത്തി മുറിച്ചെടുക്കാം. ഇത് നമ്മൾ മുറിച്ചെടുക്കണ കൊണ്ട് പരത്തുമ്പോൾ ഏത് ഷേപ്പിൽ വന്നാലും കുഴപ്പമില്ല കേട്ടോ മക്കളെ. അങ്ങനെ എല്ലാതും പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള ചട്ടി വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഇട്ട് കൊടുക്കാം. തീ ചെറുതായിട്ടും വലുതായിട്ടും വെച്ച് കൊടുക്കണേ.
ഇപ്പം ചെറുതായിട്ടൊന്ന് പൊള്ളം വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ മക്കളെ, നമ്മുടെ റൊട്ടി പൊന്തി വന്ന് കണ്ടാ, കണ്ടില്ലേ പൊന്തി വന്നത്. ഇനി നമുക്ക് ഇതെടുത്ത് ചൂടാറാത്ത പാത്രത്തിൽ വെക്കാം. ഇനി നമുക്ക് ചട്ടി ഒന്ന് തുടച്ചു കൊടുക്കാം. ചട്ടി തുടയ്ക്കുന്നത് കോട്ടൺ തുണി കൊണ്ട് വേണം തുടയ്ക്കാൻ, അല്ലെങ്കിൽ തുണി ഉരുകി ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്കിനി അടുത്തത് ഇട്ട് കൊടുക്കാം. ഇതുണ്ടാക്കിയിട്ട് ചൂടാറാത്ത പെട്ടിയിൽ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞെടുക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റായിട്ടുണ്ടാവും. ഇപ്പം എല്ലാം അതും ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാം. ചൂടായ ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിൽ ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഇനി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലായിടത്തും പെടട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നമുക്കിനി ഈ ചട്ടിയിൽ തന്നെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 3 വെളുത്തുള്ളി കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 ഇഞ്ച് വലിപ്പത്തിൻ്റെ ഇഞ്ചി അത് ചെറുതായിട്ട് കീറിയിട്ട് കൊടുത്ത് ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ 1 തക്കാളി വലുത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കി വെച്ച് ചൂടാറിയിട്ട് വേണമെന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. കണ്ടില്ലേ? ഇനി ഇതെവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഈ ചട്ടിയിൽ തന്നെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലൊരു ഇച്ചിരി കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പൊരിഞ്ഞ് വരട്ടെ. തീ ഇച്ചിരിയേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഗ്രാമ്പും പട്ടയും. ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തീ കെടുത്തിയിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഇനി 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി. ഞാനിതിലിടുന്നത് കാശ്മീർ മുളക് പൊടിയാണ്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയുള്ള പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ടാൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി പാകത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മസാല നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് ഇളക്കി അതിൽ മിക്സാക്കി എടുക്കാം. ഇപ്പം നമുക്ക് ലേശം കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ?
ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇതിലിനി ഒരു പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലക്കറി ഇതാ നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. ഇത്രയേ ഉള്ളൂ മസാലക്കറി ഉണ്ടാക്കാൻ. നമ്മൾ തേങ്ങ ഒന്നും അരയ്ക്കാത്ത ഒരു മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. നമ്മുടെ റൊട്ടി കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടായിരിക്കണത് കണ്ടില്ലേ. എന്താ നമുക്കിനി ഇത് മുറിച്ച് നോക്കാം. അയ്യോ, പോക്കറ്റ് പോലെ ഉണ്ട് കണ്ടാ. അങ്ങനെ നമ്മുടെ റൊട്ടിയും ഉരുളക്കിഴങ്ങ് മസാലയും നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും കൂട്ടി കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.